പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടെ നമ്മുടെ ബഹുമാന്യരായ ലീഡേഴ്സിൻ്റെ കൂടെ ഷാരോൺ ഫെലോഷിപ്പ് മലബാർ റീജിയൻ കൺവെൻഷൻ അനന്തരം നമ്മുടെ ഷാരോൺ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചു. അത് ഒത്തിരി സന്തോഷകരമായ ഒരനുഭവമാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പാസ്റ്റർ മാത്യൂസ് ദാനിയേലും പ്രിയ ആലിസ് മാത്യൂസും അതുപോലെ ബഹുമാനപ്പെട്ട പാസ്റ്റർ എബ്രഹാം ജോസഫും നമ്മോട് കൂടി ഉണ്ടെന്നുള്ളത് നമുക്കൊത്തിരി സന്തോഷം പകരുന്ന കാര്യമാണ്. ഷാരോൺ ഫെലോഷിപ്പ് മലബാർ റീജിയൻ്റെ കൺവെൻഷൻ അനുഗ്രഹമായി നടന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട്. കർത്തൃദാസന്മാരിൽ നിന്ന് ദൈവവചനം കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഏതാണ്ട് 5 പതിറ്റാണ്ടിലധികമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരാണ് പാസ്റ്റർ എബ്രഹാം ജോസഫും അതുപോലെ പാസ്റ്റർ മാത്യൂസ് ദാനിയേലും. അവർ രണ്ടുപേരും മലബാറിനോട് ഒത്തിരി പ്രതിബദ്ധതയുള്ള ദൈവദാസന്മാരാണ്. നമുക്ക് ഏവർക്കും കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്കതറിയാം. അതുകൊണ്ട് ഇന്ന് അവരെ നമുക്ക് ലഭിച്ച ഈ അസുലഭ സന്ദർഭം നമുക്ക് വളരെ സന്തോഷകരമായിട്ട് അവരോടൊപ്പം ചില നിമിഷങ്ങൾ പങ്കുവയ്ക്കാം. ബഹുമാനപ്പെട്ട ബാബു പാസ്റ്റർ മാത്യൂസ് ദാനിയേൽ പാസ്റ്ററെ ഏതാണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു. ആ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ബാബു പാസ്റ്റർ ഇപ്പോൾ പങ്കുവയ്ക്കും. അതിനുശേഷം നമുക്ക് പാസ്റ്റർ മാത്യൂസ് ദാനിയേലിൽ നിന്നും അതുപോലെ തന്നെ ആലീസ് ബാണത്തിൽ നിന്നും നമുക്ക് കേൾക്കുവാൻ സാധിക്കും. എല്ലാവരെയും ഈ നിമിഷം ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെയുള്ള ഷാരോൺ ഫെലോഷിപ്പിലെ പാസ്റ്റേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. അതുപോലെ പാസ്റ്റേഴ്സിൻ്റെ ഭാര്യമാരുണ്ട്. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷം സമ്മാനിച്ച ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു. ഞാൻ മൈക്രോഫോൺ പാസ്റ്റർ എബ്രഹാം ജോസഫിന് കൈമാറുകയാണ്. പ്രൈസ് ലോർഡ്. ഇങ്ങനെ നല്ലൊരു അവസരം ലഭിച്ച ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മർഷൽ പാസ്റ്ററെ ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപെടാൻ തുടങ്ങിയത് 1990 മുതലാണ്. ആ കാലഘട്ടങ്ങളിൽ ഇടക്കര വെച്ച് നടക്കുന്ന എല്ലാ വർഷത്തെ കൺവെൻഷനുകളിൽ എന്നെ പ്രസംഗിക്കാനായിട്ട് വിളിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ വർഷവും വരികയും അങ്ങനെ കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം അമേരിക്കയിൽ പോകാനുള്ള താല്പര്യമുണ്ടാകുകയും 1997 അദ്ദേഹം അമേരിക്ക പോകാനുള്ള ക്രമീകരണം വരുത്തുകയും ചെയ്തു. അദ്ദേഹവും ഭാര്യയും അവിടെ അമേരിക്കയിൽ പോകുമ്പോൾ ഷാരോൺ കൗൺസില് ഈ മലബാറിലെ പ്രവർത്തനങ്ങൾ ഞാൻ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മർഷൽ പാസ്റ്റർക്കും അതുപോലെ താല്പര്യമായിരുന്നു ഞാൻ ഏറ്റെടുക്കുന്നതിൽ. അദ്ദേഹത്തിന് സമ്മർദ്ദം ഇല്ലാത്തതുകൊണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അന്ന് മുതൽ ഇവിടുത്തെ വേറൊരു ബന്ധത്തിൽ അത് ചില വർഷങ്ങൾ ഇവിടെ ആയിരിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. അത് എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും മർഷൽ പാസ്റ്റർ വരികയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം കൊടുക്കുകയും സാമ്പത്തികമായ സഹായങ്ങൾ നൽകി തരികയും ദുഃഖിതരെയും അശരണരെയും തൻ്റെ ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം അവർ കുടുംബമായിട്ട് മക്കളൊക്കെ ഒരുമിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന കാണുവാൻ ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് കാണുന്ന സഭകളിലെ ഭൂരിപക്ഷവും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടും ത്യാഗവും സഹിച്ച് അദ്ദേഹവും ഭാര്യയും കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ എല്ലാം സഞ്ചരിച്ച് കർത്താവിൻ്റെ വേലയിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതിനോട് ചേർന്ന് പ്രവർത്തിപ്പാൻ അനേക ദിവരാസ്മാരെ കർത്താവ് അയച്ചു, എന്നെയും ആ കൂട്ടത്തിൽ അയച്ചു. ഇന്നിപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഈശോമാതി പാസ്റ്ററുടെ ചുമതലയിൽ അദ്ദേഹം ഇപ്പോൾ റീജിയൻ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ജോലിയോട് പാസ്റ്ററും പ്രിയപ്പെട്ട നമ്മുടെ ജോബ് പാസ്റ്ററും ഒക്കെ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നു. ഇവിടെ ഇപ്പോൾ 3 സെൻറ്ററുകളായിട്ട് തിരിച്ച് അതുപോലെ തന്നെ പല സെക്ഷനുകളായിട്ട് തിരിച്ച് ഈ മലബാറിലെ പ്രവർത്തനങ്ങൾ വളരെ സുശക്തമായ രൂപത്തിൽ കൂടെ മുമ്പോട്ട് മുന്നേറുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം ഈ പ്രവർത്തനത്തെ കർത്താവ് മാനിച്ചതും അനുഗ്രഹിച്ചു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ മലബാറിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മലബാറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ മനുഷ്യ ഭാഷയും കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഒരു ദിവസം പോലും ആ പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടില്ല. അദ്ദേഹം ക്ഷീണിതനും രോഗിയാണെന്ന് കേട്ടപ്പോൾ കാണാൻ കഴിയുമോ എന്നുള്ളതായ ഒരു വേദന ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന് മഹാകരുണയാൽ അദ്ദേഹത്തെ കൂട്ടിവരുത്തുകയും ഒരുമിച്ച് കാണുവാനും ഒരുമിച്ച് ശുശ്രൂഷിപ്പാനും കർത്തൃമേശയിൽ പങ്കെടുക്കുവാനും ആ സ്നേഹസമ്പർക്കം വീണ്ടും പുറത്തുവാനും ലഭിച്ച കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അത് എല്ലാ സന്തോഷവും ഉടനെന്ന് ചോദിച്ചാൽ ഒരേ പിതാവിന്റെ മുന്തിരിത്തോട്ടത്തിലാണല്ലോ ഞങ്ങൾ അധ്വാനിക്കുന്ന ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും അതിവിടെയുള്ള മറ്റ് ടീം അംഗങ്ങളെ എല്ലാവരെയും കർത്താവ് ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ വിരമിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് 5 പതിറ്റാണ്ടിലധികം കർത്താവിൻ്റെ വേല ശക്തിയോടെ ചെയ്ത ദൈവവൃത്യന്മാരുടെ വാക്കുകൾ നമുക്ക് പ്രചോദനമാണ്, ആവേശമാണ്. ബഹുമാന്യനായ പാസ്റ്റർ മാത്യൂസ് ദാനിയേൽ ഇപ്പോൾ ചുരുക്കം വാക്കുകളിൽ തൻ്റെ ആദ്യകാല അനുഭവങ്ങൾ ചില
പോയിന്റുകൾ മാത്രം അദ്ദേഹം ഇവിടെ പ്രസ്താവിക്കുന്നതാണ്. അദ്ദേഹം ആദ്യമായി മലബാറിലേക്ക് വന്ന യാത്രയും അതോടനുബന്ധിച്ചുള്ള വേലയുടെ പുരോഗതിയുമൊക്കെ വിശദമായി വിലയിരുത്താൻ സമയക്കുറവ് അനുവദിക്കുന്നില്ല എങ്കിലും ചുരുക്കമായി അദ്ദേഹം പ്രസ്താവിക്കുന്നതാണ്. മൈക്രോഫോൺ പാസ്റ്റർ മാത്യൂസ് ദാനിയേൽ കൈമാറുന്നു. കർത്താവിൻ്റെ വാഴ്ത്തോടുമാറാകട്ടെ. എന്നിങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് എല്ലാ ദേവദാസന്മാരുമായിട്ട് ഒരുമിച്ച് പ്രിയ ബാബു പാസ്റ്ററുമായിട്ട് ചേർന്ന് ഈശോ മാത്യു പാസ്റ്റർ, ജോബ് പാസ്റ്റർ, മറ്റ് എല്ലാ ദേവദാസന്മാരും, പേര് പറഞ്ഞാൽ ചിലരുടെയൊക്കെ പേര് വിട്ടുപോയേക്കാം, എല്ലാവരും ദൈവദാസന്മാരെ എല്ലാവരെയും ചേർത്ത് കാണുവാനായിട്ട് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1971 ഞാൻ ആദ്യമായി മലബാറിൽ വരുന്നത് താമരശ്ശേരിക്കടുത്ത് അമ്പായത്തോട് എന്ന സ്ഥലത്താണ്. അന്ന് എനിക്ക് 17 വയസ്സേ ഉള്ളൂ. ഞാൻ മാവേലിക്കരയിൽ നിന്ന് ബസ് കയറി കോഴിക്കോട്ട് വന്നു. കോഴിക്കോട്ട് നിന്ന് താമരശ്ശേരി ചുരം കയറി മുകളിലോട്ട് പോകുന്ന ഒരു വണ്ടിയിൽ അമ്പായത്തോടെന്ന ഇടത്ത് വന്നിറങ്ങി. കുറ്റാക്കുറ്റിട്ട് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വെട്ടമില്ല, എൻ്റെ ടോർച്ച് ഒന്നുമില്ല, വളരെ ഇരുട്ടുള്ളൊരു സ്ഥലം. ആ സമയത്താണ് ഞാനവിടെ വന്നിറങ്ങുന്നത്. എന്നാലും ദൈവത്തിൻ്റെ കൃപയാൽ അതിനടുത്തുള്ള ഒരു കെട്ടിടമായിരുന്നു അന്ന് താമസിക്കാൻ ഒരുങ്ങിയിരുന്നത്. അവിടെ ചെന്നുപെട്ടു. അതിനുശേഷം അവിടെയുള്ള ഒരു എസ്റ്റേറ്റിനകത്ത് ഒരു വീട് ഞങ്ങൾക്ക് തരപ്പെട്ട് കിട്ടി, വാടക കൂടാതെ. ജോളി തോമസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കെട്ടിടമായിരുന്നു എസ്റ്റേറ്റിനകത്ത്. അവിടെ താമസിച്ചുകൊണ്ട് ചില മാസങ്ങൾ കർത്താവിന് വേല ചെയ്യാനായിട്ട് ഇടയായി. ഭൗതികമായ എന്താ പറയുക, സപ്പോർട്ടോ മറ്റൊന്നും തന്നെ ഇല്ലാതെ അവിടെ പ്രവർത്തിച്ച നാളുകൾ ദൈവമായ കർത്താവ് പലവിധമായ അനുഭവങ്ങൾ കൂടെ നടത്തി. എങ്കിലും അന്ന് മുതൽ തന്നെ എൻ്റെ ഉള്ളിൽ മലബാർ എന്നൊരു ദേശത്തെക്കുറിച്ചുള്ള സ്വപ്നവും ദർശനവും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെയും ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് പോയി. 77 ഞാൻ വിവാഹം കഴിയുന്നത്. അതിനുശേഷം 77 മുതൽ സ്ഥിരമായി 78 മുതൽ സ്ഥിരമായി ഇടക്കര ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ റീജിയൻ കൺവെൻഷൻ അതിൻ്റെ ആരംഭം ഇടക്കരയിലാണ്. 78 ആദ്യത്തെ കൺവെൻഷൻ നടക്കുന്നത്. അതിനുശേഷം അത് പിന്നെ സഭകൾ കൂടി വന്നപ്പോൾ അത് റീജിയനായിട്ട് മാറി. ഞാൻ പോകുമ്പോൾ അത് സുവിശേഷ യോഗങ്ങൾ എന്ന കൺവെൻഷൻ നോട്ടീസുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ബാബു പാസ്റ്റർ ചുമതല ഏറ്റെടുത്ത് വന്നപ്പോൾ എടക്കരയിൽ വെച്ച് തന്നെ റീജിയൻ കൺവെൻഷനായി, മലബാർ റീജിയൻ കൺവെൻഷനായി രൂപാന്തരപ്പെട്ടു. ഇന്ന് ഇത്രയും നാൾ 78 മുതൽ ഇതുവരെ 2025 വരെ ഈ യോഗങ്ങൾ നടക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലവിധമായ ജീവിതാനുഭവങ്ങൾ കൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. ഇല്ലായ്മയുടെയും ഞെരുക്കത്തിൻ്റെയും കടത്തിൻ്റെയും കടഭാരത്തിൻ്റെയും ഒക്കെ അവസരങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യത്തൊക്കെ അനുഭവിക്കുന്ന ഇല്ലായ്മയുടെ മറ്റേത് കൂടെ കടന്നു പോകുന്നവരെ കുറിച്ച് എനിക്കറിയാം. കാരണം ഞാനും അതിൽ കൂടെ കടന്നു പോയതാണ്. വിശപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനും വിശന്നിട്ടുണ്ട്. വസ്ത്രമില്ലാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ സ്നാനപ്പെടുമ്പോൾ പോലും എനിക്ക് മാറി കൊടുക്കാനൊരു വസ്ത്രമില്ലായിരുന്നു. ഒറ്റ വസ്ത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ അത് എന്തൊക്കെയാണെന്ന് എനിക്കും അനുഭവിച്ചറിയുവാൻ ഇടയായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചില വർഷങ്ങളായിട്ട് അമേരിക്കയിലാണെങ്കിലും ബാബു പാസ്റ്റർ പറഞ്ഞ പ്രകാരം 2 വർഷത്തിലൊരിക്കലെങ്കിലും ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ വർഷത്തിലൊരിക്കലും വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ദൈവമക്കളെ എല്ലാം തന്നെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെയും ഞാൻ ഒരുപോലെ കാണുന്നു, എല്ലാവരെയും മാനിക്കുന്നു. ഇവിടെ കർത്താവിന് വേല ചെയ്യുന്ന എല്ലാവർക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കർത്താവ് ഒരുപാട് താമസിച്ചാൽ ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മലബാറിൻ്റെ മണ്ണ് ഒരുപാട് ഫലം നൽകുന്ന മണ്ണാണ്. എന്നാൽ ആത്മീയമായി പലപ്പോഴും ആളുകളെ പിന്തിരിപ്പിക്കുന്ന മണ്ണുകൂടെയാണ്. വിശേഷിച്ച് മലപ്പുറവും കോഴിക്കോടുമൊക്കെ സുവിശേഷ പ്രവർത്തനം വളരെ കുറവുള്ള സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം കർത്താവ് ദേവദാസന്മാരെ അയക്കട്ടെ. എല്ലാ ഗ്രാമങ്ങളിലും സുവിശേഷം പ്രസരിക്കട്ടെ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കേണ്ടതായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ബഹുമാന്യനായ പാസ്റ്റർ മാത്യൂസ് ദാനിയേൽ ഇപ്പോൾ പങ്കുവച്ച വാക്കുകൾക്ക് നന്ദി. ഇനി നമ്മൾ ആലിസാൻഡിയിൽ നിന്നാണ് കേൾക്കുന്നത്. മാത്യൂസ് ദാനിയേൽ പാസ്റ്റർ പറഞ്ഞ രസകരമായൊരു കഥയുണ്ട്. അദ്ദേഹം ആദ്യമായി മലബാറിലോട്ട് വന്നിട്ട് നേരെ ഗൂഡല്ലൂർക്ക് പോയി. അങ്ങനെ ഗൂഡല്ലൂർ ചെന്ന്
ഒരു കർത്തൃദാസനെ ലക്ഷ്യമാക്കിയാണ് യാത്ര. ആ കർത്തൃദാസൻ്റെ വീടിൻ്റെ വാതിൽ മുട്ടി ഒരു സുന്ദരിയായ പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു. ആ പെൺകുട്ടി തന്നെയാണ് ഇപ്പോൾ പാസ്റ്റർ അടുത്തിരിക്കുന്നത്. ആ കഥയ്ക്ക് ഞാനൊരു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ മലബാറിലേക്ക് വരുന്നത്. ഓക്കെ, ആദ്യത്തെ പ്രാവശ്യം താമരശ്ശേരിയിലാണ്. പാസ്റ്റർ പറഞ്ഞ കഥയെ എനിക്കറിയത്തുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഞാൻ മാവേലിക്കരയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ കയറി. കോഴിക്കോട് ഒരു വെളുപ്പാൻ കാലത്ത് ആ ബസ് വന്നു നിന്നു. അവിടെ നിന്ന് വെളുപ്പിനെ ഊട്ടിക്ക് പോകുന്ന ഒരു ബസ്സുണ്ട്. അത് മേപ്പാടി വഴി ഊട്ടിക്ക് പോകുന്നതാണ്. ഉച്ചയ്ക്ക് 11:30 ആ ബസ് ഊട്ടിയിൽ ഗൂഡല്ലൂരെത്തുന്നു. 11:30-12 മണിയായി. അപ്പോൾ അവിടെ ഇറങ്ങി ഭരിക്കുന്നു അറിഞ്ഞുകൂടാ, തമിഴിലേക്ക് അറിഞ്ഞുകൂടാ. ആദ്യമായിട്ടാണ് ഗൂഡല്ലൂർ ഞാൻ ചെല്ലുന്നത്. പഴയ ബസ് സ്റ്റാൻഡിൽ അവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ എനിക്ക് ഈ CV സാമുവൽ എന്ന് പറയുന്ന പാസ്റ്ററുടെ വീട്ടിലോട്ട് പോകണം. അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു ചക്ലി അങ്ങനെ പറയുന്നത് ക്ഷമിക്കണം, ആ വർഗത്തിൽപ്പെട്ട ഒരാളായി ഈ തോട്ടിപ്പണിയൊക്കെ ചെയ്ത തോട്ടി ഫാമിലി. അദ്ദേഹം അവിടെ ഒരു ലീഡറൊക്കെയാണ്, ഇലക്ഷനൊക്കെ നിന്ന് മത്സരിച്ച് തോറ്റുപോയ ഒരാളൊക്കെയാണ്. അപ്പോൾ അയാളവിടെ ചുമട്ടുകാരനുണ്ട്. ഞാൻ കൊണ്ട് കാണിക്കാറുണ്ട്. പുള്ളി എന്നെ വിളിച്ചു. എൻ്റെ ഒരു ട്രങ്ക് ഉണ്ടായിരുന്നു, ഇരുമ്പ് വെട്ടിയെ, അതും തലയിൽ വെച്ചുകൊണ്ട് പുള്ളി എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ അവിടെ നിന്ന് 1.5-2 കിലോമീറ്റർ നടക്കണം ഈ ശിവസാമിയുടെ വീട്ടിലെത്താൻ. അവിടെ എത്തി. അവിടെ വന്നപ്പോൾ എൻ്റെ ലാഭമാണ് ബാക്കിയുണ്ടായിരുന്നത് 5 രൂപയാണ്. അയാൾക്ക് 5 രൂപ കൊടുത്തു. അയാൾ അതും കൊണ്ടുപോയി. വേറെ ഒന്നും ഇല്ല. അതിനുശേഷം ആ വീട്ടിൻ്റെ മുകളിൽ കയറി ചെന്നു. അപ്പോൾ ഹാഫ് ഡോർസ് ഉള്ള വീടാണ്, പണ്ടത്തെ കാലത്തെ വീടാണ്, 4 ഡോറുള്ള വീടാണ്. അപ്പോൾ ഞാനവിടെ വാതൊക്കെ മുട്ടിയപ്പോൾ ഏകദേശം 12 മണിയായി. ഞാനാണെങ്കിൽ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല, ഉറക്കളച്ച് യാത്ര ചെയ്ത് ക്ഷീണം കൊണ്ട് അവിടെ വന്നിരിക്കുക. കയ്യിലാടെ ഒന്നുമില്ല വാങ്ങി കഴിക്കാനും. ഉള്ളത് ആ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ വന്ന് മുട്ടി ഉടനെ ഒരു പെൺകുട്ടി ഓടി വന്നു. അന്ന് അവൾക്ക് എനിക്ക് വന്നു 17 വയസ്സ് കാണാൻ, അല്ലെങ്കിൽ 16 വയസ്സ് കാണാൻ, അത്രയേ ഉള്ളൂ. അവിടെ വന്നു 16 എൻ്റെ കിടക്ക് കുറവാണ്, 10-15 വയസ്സേ ഉള്ളൂ. എനിക്കറിയാം ഇപ്പൊ അവിടെ പ്രായം കൂടുതൽ. എന്റെ പിള്ളേർ പറയുന്നത് അമ്മച്ചിക്ക് പ്രായം കൂടുതൽ. അമ്മച്ചിനെ കണ്ട യു ലുക്ക് സോ യങ്, യു only 50 years old, you are only 50 years old. That's what my grandson says. ഓക്കെ, എന്തായാലും അവൾ എന്നെക്കാട്ടി ഇളയതാണ്, 3 വയസ്സിന് ഇളയതാണ്, 3-4 വയസ്സിന് ഇളയതാണ്. കണ്ടു, അവള് ഡോറ് തുറന്നു. ആരാ? ഞാൻ പറഞ്ഞു ഭാഷ കാണാൻ വന്ന മാലിക്ക് അറിയാം. അത് മുൻപിൽ കൊട്ടി അടച്ചിട്ട് ഒറ്റ പോക്ക്. എന്താണെന്ന് ചോദിച്ചില്ല. കയറി ഇരിക്കുന്നോ ഇപ്പം വരാതെന്നും പറഞ്ഞില്ല. മുമ്പിൽ കഥ അടച്ചിട്ട് ഒറ്റ പോക്ക്. കുറച്ച് കഴിയുമ്പോൾ അവിടെ മാതാവ് വന്നു, എന്നെ തുറന്നു, അവിടെ വിളിച്ചിരുത്തി. അതിനെ തുറന്ന് 1 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലല്ല, അവരുടെ വീട്ടിൽ താമസിച്ചു. അവിടുത്തെ സഭയിൽ 1 മാസം സൂക്ഷിച്ചു. അതിന് ശേഷമാണ് ഞാൻ ബാംഗ്ലൂരിൽ കോളേജ് പഠിക്കാനായിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. അതിനുശേഷം 1977 ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. ഇപ്പോൾ 48 വർഷമായി. ഈ 40 വർഷം അവൾ എന്നെ സഹിക്കുന്നു, ഞാൻ അവളെ സഹിക്കുന്നു. ഇവിടെ പോയാലും അവളിൽ പോയിട്ട് കൂടെ ഉണ്ട്. വളരെ രസകരമായ അനുഭവമായിരുന്നു നമ്മൾ കേട്ടത്. അതുപോലെ ആലിസാൻ്റെ ആദ്യമായി പാസ്റ്റർ കണ്ടപ്പം ഒരുപക്ഷെ പേടിച്ചു പോയിട്ടായിരിക്കാം വാതിലടച്ചുകൊണ്ട് പോയത്. ആരാണെന്ന് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ടാണ് അമ്മച്ചിയെ പറഞ്ഞു വിട്ടതും പിന്നീട് ദൈവം അവരെ കൂട്ടി യോജിപ്പിച്ചതും. എത്ര അത്ഭുതകരമാണ് ദൈവത്തിൻ്റെ വഴി. അത് വളരെ വിവരണാതീതമാണ്, അപ്രമേയമാണ്, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും അതെ, പാസ്റ്റർ എബ്രഹാം ജോസഫ് പറയുന്നു യാക്കോബ് ലാബാന്റെ വീട്ടിൽ ചെന്ന പോലെയാണെന്ന്. അത് വളരെ കറക്റ്റ് ആണെന്ന് നമുക്കും തോന്നുന്നു. പ്രിയപ്പെട്ട ആലിസാന്റിയിൽ നിന്ന് ചില വാക്കുകൾ നമുക്ക് കേൾക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. അതെ, ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മാത്യു സ്റ്റാൻലി പാസ്റ്റർ എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ 1977 ജനുവരി 20 ഞങ്ങൾ വിവാഹിതരായി. അതിനു മുന്നേ താൻ ഫേസ് ചെയ്ത ചില പ്രയാസങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അത് സാരമില്ല. പിന്നെ ഞങ്ങളെ കല്യാണം കഴിച്ച നാൾ മുതൽ കർത്താവിൻ്റെ വേലയിൽ വിവിധ സ്ഥലങ്ങളിൽ പോവുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ആ സമയങ്ങളിൽ തന്നെ ഒരു നല്ല സ്വഭാവം പുള്ളിക്കാരനിലുണ്ട്. തനിക്ക് എന്ത് പണം സംബന്ധമായിട്ട് തൻ്റെ കയ്യിലില്ലെങ്കിൽ എന്താ ഉള്ളത് പോക്കറ്റിലുണ്ടെങ്കിലും
വേറെ ഒരാളെ കൊണ്ടുപോയി എവിടെങ്കിലും താമസിപ്പിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നത് പുള്ളിക്കാരിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ആരെങ്കിലും ചെറുപ്പക്കാർ വീട്ടിൽ വരും, അവരെ പറ്റിയ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവരെ ഏൽപ്പിച്ച പല സ്ഥലങ്ങളും ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് കർത്താവിൻ്റെ ദാസന്മാരൊന്നും അറിയത്തില്ല. അങ്ങനെ വളരെ ഉൾഭാഗങ്ങളിലും അന്നുള്ള സൗകര്യങ്ങൾക്കനുസരിച്ച് അവിടെ കൊണ്ടേ ആക്കി പ്രവർത്തനത്തിനായിട്ട് ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ വെറുതെ കടന്നു പോകുമ്പോൾ അനേക സഭകളുണ്ട്. ദൈവമക്കൾ ഒത്തിരി ഉള്ള ഒരു സ്ഥലമാക്കി ദൈവം തീർത്തിരിക്കുകയാണ് ആ സ്ഥലത്തെ. ഞങ്ങൾ ആ സമയം ഷാരോൺ ഫെലോഷിപ്പിലല്ലായിരുന്നു. തനിച്ചാൻ തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു വന്നപ്പോൾ 4-5 സഭകൾ ഒരേ സമയത്തിന് നമ്മൾ ഞായറാഴ്ച പോയി ആരാധന നടത്തേണ്ട പോലുള്ള കൂടിവരവുകൾ 4-5 സ്ഥലങ്ങളിലുണ്ടായി. ആ സമയത്തൊക്കെ ഞങ്ങളുടെ തംശാൻ്റെ ഒരു ഫ്രണ്ട് ഒരു സാർ അവിടെ കടന്നു വന്നു, ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നതാണ്. എനിക്ക് തോന്നുന്നു അന്ന് കോശിപ്പാസ് അച്ചാനും കുഞ്ഞുവഞ്ചാനും ഒക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോഴാണ് അതിൻ്റെ മുന്നെയാണ് ആ പാസ്റ്റർ പറഞ്ഞാണ്, മാത്യുസേ നീ തന്നെ ഇങ്ങനെ നിൽക്കുന്നതിനാ, ഈ സഭകളെല്ലാം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തന്നെ പറ്റത്തില്ല. അങ്ങനെ ഒരു തമ്മിലൊന്ന് ആലോചിച്ചാണ് ഈ ഷാരോൻ ഞങ്ങൾ മണക്കാലായുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് അച്ഛനെ വേലക്കാരെ പറഞ്ഞയക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങളുടെ കൂടെ തന്നെ പല യൗവന സഹോദരന്മാര് താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ട്. എടക്കര അവിടെ പരിസര സ്ഥലങ്ങളിലെല്ലാം കർത്താവിൻ്റെ വേല ചെയ്തു. അതുപോലെ തന്നെ ഈ ടീം വർക്കിന് ഏകദേശം 20-25 യുവാക്കൾ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്ന് അവർ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അവിടുന്ന് ഔട്ട്റീച്ചിന് പോവുകയും പല സ്ഥലങ്ങളിൽ സഭകളും ഒക്കെ ഉണ്ടായി. പിന്നെ കൺവെൻഷനുകൾ നടത്തി. അങ്ങനത്തെ ആത്മീയ സന്തോഷം വളരെ അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അത് കർത്താവ് ആ നാളത്തെ അല്പ പ്രവൃത്തികൾ, നിസ്സാരമായ പ്രവൃത്തികളെ എൻ്റെ ദൈവം അത് തള്ളിക്കളയാതാണ്. കർത്താവ് അത് ഓർത്തു ഞങ്ങളുടെ ദൈവസനിലെ അതിനായിട്ട് ഞങ്ങളെ തന്നെ വീണ്ടും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പൈതങ്ങളെയും എല്ലാം കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞങ്ങളായിരിക്കുന്നിടത്തും മറ്റുള്ളവർക്ക് പ്രയോജനമായി കർത്താവിൻ്റെ വേലയ്ക്ക് ആശ്വാസമായും ദൈവനാമത്തിന് മഹത്വമായും ജീവിപ്പാനൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. അത് ഇതുവരെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ആ കൂട്ടായ്മയിൽ ആയിരിക്കുകയാണ്. പിന്നെ പെരുമ്പാവൂര് ബാപ്പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട നാൾ മുതൽ ഞങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ സംസാരിപ്പാനും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുവാനും സഭകളുടെ എല്ലാ കാര്യങ്ങളും പാസ്റ്റർ മുഖാന്തരം എല്ലാം നടന്നുകൊണ്ട് വരുന്നു. അത് ഞങ്ങൾക്ക് സന്തോഷമാണ്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെയും കാണുവാനും സഹകരിപ്പാനും ഒക്കെ കർത്താവ് ഇടയാക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചെയ്ത നന്മകളെ ഒരിക്കലും ഞങ്ങൾ മറക്കാത്തവരായി ദൈവനാമത്തിന് വേണ്ടി ജീവിപ്പാനും ഞങ്ങളെ കുടുംബമായി സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ അതിനായിട്ട് ചോദിക്കും. നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതൊരു കാര്യം കൂടെ പറയട്ടെ, എന്തായാലും തുടങ്ങിയില്ലേ? അതെ, ഇനിയും ചിലപ്പോൾ നടന്നു പോണോ? ആലീസ് പറഞ്ഞല്ലോ, ഞങ്ങൾ എളിയ നിലയിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇടയ്ക്കരെ ഞങ്ങൾ പോകുമ്പോൾ ആ ഞായറാഴ്ച ഞങ്ങൾക്ക് ആരാധിക്കാനായിട്ട് 2 സഹോദരിമാരും ഞാനും ആലീസും എൻ്റെ മകൻ ഹെൻറിയുമേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ ആ സഭയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് പിന്നീട് വളർന്നു. 10-30-ലധികം കുടുംബങ്ങൾ വരെ വന്ന സമയമുണ്ട്. പിന്നെ പിളർന്നു. അത് ഇപ്പോഴ് കുറഞ്ഞ നിലയിൽ പോവുകയാണെങ്കിലും ഞാൻ ഈ പ്രദേശങ്ങളിലെല്ലാം ഞങ്ങളുടെ ബൈക്കിൽ ഞാൻ ആലീസിനെ വെച്ചുകൊണ്ട് മക്കളെയും മുമ്പിലും പുറകിൽ ഇരുത്തിക്കൊണ്ടൊക്കെ യാത്ര ചെയ്തവരുണ്ട്. ഇവിടെ നിന്ന് മക്കുമലയിലൊക്കെ അങ്ങനെ ഞങ്ങളുടെ ബൈക്കിൽ യാത്ര ചെയ്ത് മക്കുമലയിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. ബുള്ളറ്റ് മക്കുമലയിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഒരിക്കൽ ഞാനും വേറൊരു സഹോദരനോട് മക്കുമലയിൽ ചെല്ലുമ്പോൾ ആ പാസ്റ്റർ തകരാജാണെന്ന് അത് കിടക്കുന്ന മുകളിലത്തെ എല്ലാം ചെതിൽ കയറി ഇങ്ങനെ ചെതിൽ പുറ്റ് കാണാം. നമ്മളിവിടെ കിടക്കുമ്പോൾ താഴെ ഇതുപോലൊരു പാവ് വിരിച്ച് അവിടെ കിടക്കുന്നത്. ഞങ്ങൾ കിടന്നു കഴിയുമ്പോൾ മുകളിൽ ഈ ചെതിലിങ്ങനെ മേത്തോട്ട് വീഴുക, പുറകോട്ട് വീഴുക. അന്ന് രാത്രി ഒരു വിധം കഴിച്ചു കൂട്ടി നേരം വെളുത്ത് ഞങ്ങൾ പ്രഭാത കൃത്യങ്ങൾക്കായിട്ട് പോയത് അടുത്തുള്ള ഒരു മുളങ്കാട്ടിലാണ്. അതിൻ്റെ തൊട്ടുപുറകിൽ നിന്ന് ആന മുള തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഞങ്ങളുടെ പ്രഭാത കൃത്യങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
വളരെ കഷ്ടത്തിൽ അന്ന് അവരും കടന്നുപോയ സമയമാണ്. ഞങ്ങൾ ചെന്നത് അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാനായിട്ട് ആ സഹോദരി ബന്ധപ്പെട്ടത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു തക്കാളിയും ഒരു വഴുതനങ്ങയും വാങ്ങാനായിട്ടാണ് തങ്കരായ പാസ് മാനെ അടുത്ത തലപ്പുഴയോളെ അടുത്ത അങ്ങാടിയിലേക്ക് പറഞ്ഞു വിടുന്നത്, ഞങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടി. അതുപോലെ ദേവദാസന്മാർ പലരും പല വിധത്തിലും കഷ്ടപ്പെട്ട സാഹചര്യം ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാലും ഞാനൊരു കാര്യം പറയാം, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ പേരിൽ അധികമായിട്ടൊന്നും തന്നെയില്ല. ചില കാര്യങ്ങളൊക്കെ നേടിയിട്ടുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ അധ്വാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആരും ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ സ്വന്തമാക്കിയിട്ടില്ല. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ കൊടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെ ഞങ്ങളുടെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് സ്വന്തമായിട്ട് ഞങ്ങൾ ലഭിക്കുന്നതെന്നുള്ളതാണ് എല്ലായ്പ്പോഴും എല്ലാവർക്കും ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിലാണ് എനിക്ക് സന്തോഷവുമുള്ളത്. മറ്റുള്ളവരുടെ ഇത് വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ എൻ്റെ കയ്യിൽ വരുന്നത് അത് സന്തോഷത്തോടെ എനിക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഈ സമയം ഒരുക്കി തന്ന പാസ്റ്റർ ജോബിനോട്, അതുപോലെ ഇന്നിവിടെ വന്ന എൻ്റെ പ്രിയ ബാബു പാസ്റ്ററോട്, മറ്റെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ കാണാൻ കർത്താവ് ഇടയാക്കിയതിനായി ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി അവസരം തന്നാൽ നമുക്ക് പിന്നീട് കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. നമ്മുടെ പാസ്റ്റർ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു. അദ്ദേഹത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ വളരെ ഉന്നതമായ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി. ആ സമയത്തുണ്ടാക്കിയ നന്മകളാണ് മലബാറിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാലാകാലങ്ങളിൽ കുറച്ച് വസ്തു വാങ്ങാനും അതുപോലെ തന്നെ മറ്റു പല സഹായങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹം പറഞ്ഞ വസ്തുക്കളൊക്കെ എത്ര സത്യമാണെന്ന് ബാബു പാസ്റ്റർക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ വളരെ നല്ല സാക്ഷ്യം പുലർത്തുന്ന അനുഗ്രഹീതരായ ഈ മിഷണറി ദമ്പതിമാരെ കർത്താവ് പിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ സീനിയേഴ്സ് പാസ്റ്റേഴ്സിനൊക്കെ ഓരോ വാക്ക് പറയണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ സമയം കുറവായതുകൊണ്ടും ചിലരുടെ കണ്ണൊക്കെ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം നമ്മളൊക്കെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവരാണ്, ഞാനടക്കം. അതുകൊണ്ട് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാബു പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കും. അതിനുശേഷം നിങ്ങൾ കുടുംബമായിട്ട് വന്ന് ഇവർക്ക് കൈ കൊടുത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. അതും ഷൂട്ടിങ്ങിൽ അത് ഉൾപ്പെടുത്താവുന്നതാണ്. കുടുംബമായിട്ട് വന്ന് ഇവർക്ക് കൈ കൊടുത്ത് നമുക്ക് വേഗം പോകാം. പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കും. ഇങ്ങനെ മനോഹരമായ ഒരു കൂട്ടായ്മ തന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദീർഘവർഷങ്ങൾ കർത്താവെ മനസ്സിലാൻ പാസ്റ്റർക്കും നിന്റെ ദാസിക്കും ഒരുമിച്ച് ചേർന്ന് ഈ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് കർത്താവിൻ്റെ വേറിയുവാൻ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്നും അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കർത്താവ് എന്നാൽ വീണ്ടും എല്ലാവർക്കും കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ, കൊച്ചുമക്കളെ അനുഗ്രഹിക്കണമേ. ഈ വല്യപ്പച്ചൻ്റെ വല്യമ്മയുടെ മാർഗത്തിൽ അവർ പോകാനായിട്ട് വേണ്ട കൃപ അനുഗ്രഹം കൊടുത്ത് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ പ്രാപ്തരല്ലായിരുന്നു, ഞങ്ങൾ കഴിവില്ലാത്തവരാണ്. കർത്താവ് ഞങ്ങൾ എളിയവരാണ്. എന്നാൽ നീ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വേറെ ഞങ്ങളെ വിളിച്ചോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ മുൻപത്തിൽ കുറിച്ചുകൊണ്ടിരിക്കുന്ന നിവാസന്മാർ എല്ലാവരും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ ചില ദിവസങ്ങൾ ഇന്ത്യയുടെ മക്കൾ കർത്താവ് താമസിപ്പാൻ ആഗ്രഹിക്കുന്നു. ശാരീരികമായ ക്ലേശവും പ്രയാസവും കൊണ്ട് അവരുടെ പോക്കിന് വലിയ യാത്രയിലെല്ലാം കൂടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. തുടർന്ന് നിങ്ങൾ കൂടി കാണുവോളം സാധ്യത മറിച്ച് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്താലും ഭൂമിയുടെ നന്മകളാലും നിറച്ചു തന്നെ മക്കളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദാസനെ കുടുംബത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. സഖി പിതാവേ, കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.